കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകൻ ജോഷിക്ക് പണം തിരികെ നൽകാൻ നിർദ്ദേശം സഹകരണ മന്ത്രി വി.എൻ. വാസവനാണ് നിർദ്ദേശം നൽകിയത്. ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനറിന് ജോഷിയെ കാണും. വിവരങ്ങളുമായി മനോജ് എത്തുന്നുണ്ട്. മനോജ്, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ്? ലക്ഷ്മി, മാപ്രാണം സ്വദേശിയും CPM അനുഭാവിയുമായിരുന്ന ജോഷിയാണ് ഈ കരുവന്നൂരിലെ സഹകരണ തട്ടിപ്പിന് ഇരയായിരുന്നത്. 2.5 വർഷമായി തനിക്ക് ലഭിക്കാനുള്ള നിക്ഷേപ തുക തിരികെ വേണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ സമരം ചെയ്തു. പിന്നീട് നടപ്പ് സമരം വരെ നടത്തി. എന്നിട്ടും ഈ സുഹൃത്ത് കൂടിയായിട്ടുള്ള മന്ത്രി ആർ ബിന്ദുവിന്റെ മണ്ഡലമായിരുന്നിട്ട് പോലും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നുള്ള പരാതി ഉണ്ടായിരുന്നു. തുടർന്നാണ് ഈ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളെ കൊണ്ട് ഈ സമരം ചെയ്യാനും അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിനും സാധിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി, ചികിത്സയ്ക്ക് പണമില്ല എന്ന് ചൂണ്ടിക്കാട്ടി ദയാവധത്തിന് വേണ്ടി അപേക്ഷ നൽകിയിട്ടുള്ളത്. ഈ മാസം 30-ാം തീയതി തനിക്ക് ജീവിതം അവസാനിപ്പിക്കണമെന്നുള്ള രീതിയിലാണ് ഈ അപേക്ഷ നൽകിയത്. പിന്നാലെയാണ് ഇത്തരത്തിൽ മന്ത്രി വാസവൻ ഈ കാര്യത്തിൽ ഇടപെടുന്നത്. എന്നാൽ 23 ലക്ഷം രൂപ ജോഷിക്ക് ലഭിക്കാനുള്ള 23 ലക്ഷം രൂപ മാത്രം തിരികെ ലഭിക്കുമെന്നുള്ള നിർദ്ദേശമാണ് കൊടുത്തത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ബാങ്കിലെ അധികൃതരും ജോഷിയെ നേരിട്ട് കാണുമെന്ന് പറഞ്ഞത്. എന്നാൽ തന്റെ കുടുംബത്തിലെ എല്ലാവരുടെയും പേരിലുള്ള 84 ലക്ഷം രൂപ, അതായത് നിക്ഷേപ തുകയായിട്ടുള്ള 84 ലക്ഷം രൂപ തനിക്ക് തിരികെ ലഭിക്കണമെന്നാണ് ജോഷി വ്യക്തമാക്കുന്നത്. കാരണം ഇത്രയും കാലമായി തങ്ങളെ പറ്റിക്കുകയായിരുന്നു, ഈ പാർട്ടി നേതൃത്വം അടക്കം തങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്നുള്ള കാര്യമാണ് ജോഷി. കാരണം കരുവന്നൂരിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഈ പാർട്ടി നേതാക്കന്മാരുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ പണം പിൻവലിച്ചു. പക്ഷേ പാർട്ടി അനുഭാവികളാണ് വഞ്ചിക്കപ്പെട്ടതെന്നായിരുന്നു ജോഷിയുടെ നിലപാട്. അതുകൊണ്ടാണ് അദ്ദേഹം തനിക്ക് മാത്രമായിട്ട് വേണ്ട മറ്റുള്ളവരുടെയും പണം തിരികെ നൽകണമെന്നൊരു ആവശ്യം. അങ്ങനെയാകുമ്പോൾ ഈ ജോഷിക്ക് പണം തിരിച്ചു നൽകി എങ്ങനെയെങ്കിലും മുഖം രക്ഷിക്കാനുള്ളൊരു അങ്ങനെ ഒരു നിലപാട് എടുക്കുന്നുണ്ട് എങ്കിൽ പോലും, മന്ത്രി വി.എൻ. വാസവനൊക്കെ അങ്ങനെ നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ പോലും ജോഷി നിലപാട് കടുപ്പിച്ചാൽ വീണ്ടും മുഖം രക്ഷിക്കാനാവാതെ നട്ടം തിരിയെന്നല്ലേ മനസ്സിലാക്കേണ്ടത് സർക്കാർ? ഈ ജോഷിക്ക് ലഭിക്കാനുള്ള തുക മാത്രമല്ല, കുടുംബാംഗങ്ങളുടെ പേരിലുള്ള തുകയും തിരിച്ചു ലഭിക്കണമെന്ന് തന്നെയാണ് ജോഷി വ്യക്തമാക്കുന്നത്. ഇതിൽ തന്നെ നേരത്തെ ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കരുവന്നൂരിലെ നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകുന്നു എന്നുള്ള തരത്തിൽ വലിയ തരത്തിലൊരു പ്രചരണമൊക്കെ നടന്നിരുന്നു. എന്നാലും കൃത്യമായും നിക്ഷേപകർക്ക് ആ തുക ലഭിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം ചെറിയ ചെറിയ തുകകൾ മാത്രമാണ് തിരികെ ലഭിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ഏകദേശം 84 ലക്ഷം രൂപ ഇതുവരെ ഈ ജോഷിക്ക് തിരികെ ലഭിച്ചിട്ടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ജോഷി ഈ വി.എൻ. വാസവന്റെ നിർദ്ദേശത്തിന് വഴങ്ങിയില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം മുഖം രക്ഷിക്കാനുള്ള സർക്കാരിന്റെ ശ്രമം ഇത്തരത്തിൽ ചെറിയ തുക നൽകിക്കൊണ്ട് ഒരു ശ്രമം നടത്തുന്നു. എന്നാൽ അതിന് ഒരു കാരണവശാലും വഴങ്ങി കൊടുക്കില്ല എന്ന് തന്നെയാണ് ജോഷി വ്യക്തമാക്കുന്നത്. 84 ലക്ഷം രൂപയും ലഭിക്കണമെന്നുള്ള ആവശ്യമാണ് ജോഷി ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ദയാഹർജി ഉൾപ്പെടെ സമർപ്പിച്ചിരുന്നത്. കാരണം ആരോഗ്യ സംബന്ധമായി വലിയ പ്രതിസന്ധി തരണം ചെയ്യുകയാണ് ജോഷി. ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും തനിക്ക് കൃത്യമായിട്ട് നീതി ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത്. നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, പാർട്ടി അനുഭാവികളെയൊക്കെ ചതിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഈ കരുവന്നൂർ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നേതൃത്വം ചെയ്തു വരുന്നത്. കാരണം പണം ചോദിച്ചു തന്നാൽ ആളുകളോട് നിഷേധാത്മകമായ സമീപനം ഈ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനർ സ്വീകരിക്കുന്നു. പാർട്ടി ഓഫീസിൽ നിന്ന് പറയുന്ന പോലെയാണ് ഈ കൺവീനർ പെരുമാറുന്നത്. മാത്രമല്ല അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി നിലവിൽ വന്നിട്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ലെന്ന് ജോഷി പറയുന്നുണ്ടായിരുന്നു. എന്തായാലും മന്ത്രി വി.എൻ. വാസവന്റെ നിർദ്ദേശപ്രകാരം ഇന്ന് കമ്മിറ്റി കൺവീനർ ജോഷിയെ കാണുമെന്നല്ല അറിയാൻ സാധിക്കുന്നത്. ഇനി എന്താകും ഉണ്ടാവുക എന്നുള്ളത് നോക്കി കാണേണ്ടതാണ് അല്ലേ മനോജ്? അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനർ ജോഷിയെ കണ്ട് ഇക്കാര്യം ബോധിപ്പിക്കുമ്പോൾ വൈകാരികമായിട്ടായിരിക്കും ജോഷി പ്രതികരിക്കുക എന്നത് മാറ്റമില്ല. കാരണം ഇത്രയധികം കാലമായിട്ടും പണം ശരിയായ രീതിയിൽ തിരികെ നൽകാൻ സാധിച്ചിട്ടില്ല. വീണ്ടും മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം 23 ലക്ഷം കണക്ക് പ്രകാരം തിരികെ നൽകുമെന്ന കാര്യം പറയുമ്പോഴാണ് ജോഷി ഇത്തരത്തിൽ പ്രതികരിക്കുന്നത്. ഇതിൽ തന്നെ കുടുംബത്തിനുള്ള മുഴുവൻ തുകയും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജോഷി ഈ കൺവീനറെ കാണുക. എന്തായാലും ഈ കൺവീനർ കാണുന്ന സമയത്ത് തന്നെ ഇതിനൊരു തീരുമാനമുണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു കാരണവശാലും വഴങ്ങില്ല എന്ന് തന്നെയാണ് ജോഷിയുടെ നിലപാട്. മനോജാണ് വിവരങ്ങൾ നൽകിയത്.